നമ്മൾ എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് എന്തെന്ന് വെച്ചാൽ അടിപൊളി കൂർക്കയിട്ട ബീഫ് കറി. അപ്പോൾ സാധാരണ ബീഫ് കറി നമ്മൾ കഴിച്ചിട്ടുണ്ടല്ലോ. കൂർക്കയിട്ട ബീഫ് കറി എങ്ങനെ നോക്കിയല്ലേ? അപ്പം നേരെ നമുക്ക് വീഡിയോ എങ്ങനെയാണ് നോക്കാം. അപ്പം നമ്മൾ കൂർക്കയിട്ട ബീഫ് കറിക്ക് ആദ്യം നമുക്ക് കൂർക്ക ഒന്ന് വേവിച്ചെടുക്കണം. കാരണം വെച്ചാൽ നമുക്ക് വേവ് രണ്ടും തമ്മിൽ വ്യത്യാസമുള്ളതുകൊണ്ട് നമുക്ക് ഞാൻ ഇതിന് കണക്കാക്കി വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ കുക്കറിലോട്ട് ലേശം വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരല്പം ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് ഇഞ്ചി, വെളുത്തുള്ളി, അതേപോലെ വറ്റൽമുളക്, ഒരു പച്ചമുളക്, അല്പം കറിവേപ്പില, ഇത്രയും കൂടി ഇട്ട് നമ്മളൊന്ന് മരിച്ചെടുത്തതിന് ശേഷം നമ്മൾ ഈ കൊച്ചുള്ളി ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. 2 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. അതുപോലെ കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതിലോട്ട് ഇഞ്ചി, വെളുത്തുള്ളി, ഒരു മുളക്. അപ്പോൾ ഇതൊന്ന് നല്ലോണം പച്ചമുളകൊക്കെ മാറട്ടെ. 1/4 കിലോ ചെറിയ ഉള്ളി വെച്ച് അതും കൂടെ ഇട്ട് കൊടുക്കാം. നല്ല വെയിലായതുകൊണ്ട് കടവടയും ചെയ്തെടുക്കണം. അപ്പോൾ ഈ ഉള്ളി നല്ല വൃത്തി വഴറ്റിയെടുക്കണം. ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉള്ളി ഒന്ന് വഴണ്ട് വരും. അയ്യോ, ഇവിടുന്ന് ചേട്ടനെ കാണാനല്ലേ? എവിടെ പോയി? ഇവിടെ ഇരിക്കണ അവിടെ ഞാൻ കൊച്ചിനാ ഉറക്കാൻ പോയ സമയം നോക്കി ചേട്ടനെ കാണാനില്ല. അപ്പൊ നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് മാറി. കാരണം അവിടെ ഭയങ്കര വെയിൽ, ഒരു രക്ഷയില്ല. അപ്പം അതിനുള്ള സെറ്റപ്പ് നോക്കിയിട്ടൊന്നും നടക്കുന്നില്ല. അതുകൊണ്ട് ഇവിടെ ഇരിക്കാന്ന് വിചാരിച്ച്. ബാക്ക്ഗ്രൗണ്ട് ഇത്തിരി കൊള്ളാനുള്ളതുകൊണ്ടാണ് ഞാൻ അവിടെ ചെയ്യാന്ന് വിചാരിച്ചത്. ഇവിടെ ആകുമ്പോ ഇതും കൊള്ളാം ചേട്ടാ. ഇരിക്കാം. ഉള്ളി ഒന്നും ആയിട്ടില്ല, ഇനിയും കിടപ്പുണ്ട് നല്ലോണം വഴണ്ട് വരാൻ. ഈ തക്കാളിയും കൂടെ ചേർത്ത് നല്ല അടിപൊളിയായിട്ട് ഒന്നുകൂടെ സെറ്റാക്കി എടുത്താൽ നമുക്ക് അടുത്ത ബാക്കി പരിപാടി നോക്കാം. ഉള്ളിയും തക്കാളിയൊക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ട് വഴറ്റി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ മസാലപ്പൊടികളെല്ലാം ഇട്ട് കൊടുക്കാൻ പോകുന്നു. കാശ്മീരി ചില്ലി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി. അപ്പം മംഗളകരമ മഞ്ഞൾപ്പൊടിയിലാണ് തുടങ്ങേണ്ടത്, നമ്മൾ കാശ്മീരിയിലാണ് തുടങ്ങിയത്. 1 ടേബിൾ സ്പൂൺ ഗരം മസാല, ഇവിടെ പൊടിച്ച മസാലയാണ്. 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി. എരി അവരവരെ കണക്കിന് നല്ല വൃത്തിയായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പം ചുമ്മാ ഒരു പേരിന് പെരിഞ്ജീരകപ്പൊടി. പെരിഞ്ജീരകപ്പൊടി ഇഷ്ടമില്ലാത്തവർ ഇടണ്ട. ഏകദേശം നമ്മളാ കല്ലുമ്മക്കായും അതുപോലെ ചെമ്മീൻ റോസ്റ്റും ഇതൊക്കെ ഉണ്ടാക്കിയ പോലെ തന്നെയാണ് നമ്മളെ മസാലയൊക്കെ വരുന്നത്. അപ്പോൾ ആ വീഡിയോസ് ഒന്നും കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതുപോലെ ഈ മുകളിൽ കമൻറ്റ് ഇതിലും കൊടുത്തേക്കാം ലിങ്ക്. എല്ലാവരും കയറി ഒന്ന് കാണുക. കൂർക്ക വേവിച്ച വെള്ളം അല്പം ഇരിപ്പുണ്ട്, നമുക്ക് അതും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുത്താൽ അതും വേസ്റ്റായി പോവില്ല. അപ്പം ബീഫ് ഇഷ്ടപ്പെട്ടവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ എന്താ നമ്മൾ അടിപൊളി ബീഫ് അടിയിൽ ലേശം ചോര വെള്ളം കാണും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കൈ കൊണ്ട് എടുത്തത്. നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. നമ്മളെ മസാലയായിട്ട് നമ്മളെ ബീഫിന് ശേഷം ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പും കൂടി ചേർത്ത് നമ്മളെ കുക്കറിൽ വെക്കാം. അപ്പോൾ തന്നെ കളർ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ബീഫ് ഏത് ലെവലിലോട്ട് പോകുമെന്ന്. ഇത് സാധാരണ ബീഫ് കറി തന്നെ. അപ്പോൾ അതിൽ നമ്മൾ കൂർക്ക ഇടുന്നു, ആ ഒരൊറ്റ കാര്യം പറഞ്ഞോളൂ. നമുക്ക് വേണ്ട കുക്കറിലോട്ട് മാറ്റി കൊടുക്കാം. നമ്മൾ ചട്ടിയിലിട്ട് നല്ല അടിപൊളിയായിട്ട് വേവിച്ചിട്ടുണ്ട്. ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ അടിക്കണം, അതേപോലെ ഒരു 4-5 വിസിൽ ലോ ഫ്ലെയിമിൽ അടിക്കണം. അത്രയേ ഉള്ളൂ. ബാക്കിയെല്ലാം റെഡി ആയിരിക്കും. ബാക്കി ബീഫ് കുക്കറിലൊന്ന് തുറന്ന് നോക്കാം എന്തരായി പരുവോ ഒന്ന്.
കൂർക്ക ഇവിടെ ഇരിപ്പുണ്ട്, അതും കൂടെ ചേർത്ത് കൊടുക്കാം. കൈ ചിറങ്ങേണ്ട. കിട്ടുള്ളൂ. ഇവിടെ ബീഫ് കറി, കൂർക്കയിട്ട ബീഫ് കറി നല്ലോണം തിളയ്ക്കുന്നുണ്ട്. അപ്പം ഈ തിളച്ചുകൊണ്ട് നിൽക്കുന്ന ബീഫ് കറിയിലോട്ട് ഒരു പിടി കറിവേപ്പില വാരി ബീഫിൻ്റെ അണ്ണാക്കിലോട്ട് ഇട്ട് കൊടുക്കാം. ശേഷം ഒരുപാട് തിളക്കാതെ കൂർക്കയൊന്നും പൊടിച്ച് കളയാതെ നമുക്ക് അങ്ങോട്ട് വേറെ പാത്രത്തിലോട്ട് ബീഫ് മാറ്റാം. വെട്ടി തിളക്കുന്നത് സംഗതി എല്ലാം റെഡിയായിട്ട് ഓഫ് ചെയ്താൽ മതി. ഓക്കെ, ഇനി വച്ച് നമ്മൾ കളിക്കുന്നില്ല, നേരെ കൊണ്ടുപോകാം. ചൂടായി. ഓ അത് ചൂടാവും, ഞാൻ പിടിക്കും. കൂർക്കയും അതേപോലെ ബീഫും എല്ലാം കൂടെ ചേർത്തതാ, ഒരല്പം മരിച്ചിനി, അതേപോലെ ഒരു പപ്പടം. പിന്നെ വച്ച് താമസിക്കില്ല, ടേസ്റ്റ് എങ്ങനെയാണെന്ന് നോക്കാം. നല്ല ചൂടുണ്ട്. ലേശം മരിച്ചിനി എടുത്ത് വച്ച് കൂർക്കങ്ങളൊക്കെ അടിപൊളി. ഈ കൂർക്ക ഇട്ടപ്പം ബീഫിന് വേറൊരു ടേസ്റ്റാണ് ഒന്ന് സാധാരണ കട. അതേപോലെ ബീഫിൻ്റെ വേവ് നല്ലോണം വെന്തിട്ടുണ്ട്. എടുക്കാം. നമ്മൾ ഹൈലൈറ്റ് സാധനം കൂടെ വയ്ക്കാതെ പൊളി. നമ്മളെ കൂർക്കയിട്ട ബീഫ് കറി സംഗതി കിടിലം, ഒന്നും പറയില്ല. ഒരിക്കലും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിന് നല്ല കിടിലം വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പം ബൈ.